ആശയങ്ങളും സുഹൃത്തുക്കളും ഒരുപോലെയാണ്, രണ്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്നു എന്ന വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശത്രുവിനോടുമാകാം കാരുണ്യം. ശത്രുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. തൻ്റെ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ മുറിവേറ്റ് വീണ എതിർചേരിയിലെ ബാലനെ കണ്ട പട്ടാളക്കാരനു ദയ തോന്നി. അവനെയും എടുത്ത് ഒരു ഗുഹയിലെത്തി. പ്രാഥമിക ശുശ്രൂഷ നൽകി. ഏതോ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ തോക്കുധാരികളായ ശത്രു സൈനികർ പിറകിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അവർക്കും മനസ്സിലായത് തങ്ങളുടെ ബാലനെയാണ് അയാൾ ശുശ്രൂഷിക്കുന്നതെന്ന്. അവർ അയാളുടെ മുന്നിൽ തലകുനിച്ചു. അയാൾ അവനെയും എടുത്ത് സൈനികാശുപത്രിയിലേക്ക് നടന്നു. ഒരു നന്മയും പാഴാകില്ല, ഒരു സൽക്കർമ്മവും അവസാനിക്കില്ല. സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന നന്മകളും ഉണ്ടാകും, മറ്റ് വഴികളിലൂടെ തുടർന്നു പോകുന്ന നന്മകളും ഉണ്ടാകും. പ്രതികാര പ്രവൃത്തികൾക്ക് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പ്രത്യുപകാരങ്ങളിൽ ഉണ്ടാവില്ലെന്നേയുള്ളൂ. സുഹൃതങ്ങളുടെ വിത്ത് വിതയ്ക്കപ്പെട്ടാൽ സ്വയം പടരാനുള്ള വഴികൾ അവ തന്നെ കണ്ടെത്തും. അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ രൂപപ്പെടുന്ന അവിചാരിത നന്മകൾക്ക് അസാധാരണമായ വ്യാപനശേഷിയുണ്ട്. നന്മ ഒരു ശ്രേണിയാണ്. ചങ്ങല കണ്ണികളിൽ കൊളുത്തപ്പെട്ട് എപ്പോഴെങ്കിലുമൊക്കെ അത് മടങ്ങിയെത്തും. പ്രത്യുപകാരങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാതിരുന്നാൽ ഓരോ ഉപകാരവും തനത് വഴിയെ സഞ്ചരിച്ച് എല്ലാവർക്കും താങ്ങാകും. തിരിച്ചു കിട്ടണം എന്ന നിർബന്ധ ബുദ്ധിയിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ തുടർച്ച നഷ്ടപ്പെട്ട് പാതി വഴിയിൽ അവസാനിക്കുന്നത്. എത്ര വലിയ പോരാട്ടങ്ങൾക്കിടയിലും അടിസ്ഥാനപരമായി നിലനിർത്തേണ്ട മനസ്സിൻ്റെ നന്മയുണ്ട്. എങ്കിൽ മാത്രമേ മുറിവേറ്റ് വീഴുന്ന എതിരാളിയോടും ബഹുമാനവും സ്നേഹവും ഉണ്ടാകൂ. നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എത്ര വിരുദ്ധ സാഹചര്യങ്ങളിലും അത് അനുകമ്പയായോ കരുണയായോ പ്രത്യക്ഷപ്പെടും. സ്വന്തം ചേരിയിലുള്ളവനെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും കടമയാണ്. എതിർപക്ഷത്തുള്ളവനെ കരുതുന്നതും മാനിക്കുന്നതും പുണ്യവും. ഇന്നും നല്ലൊരു ദിവസമാണ്. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.